ലേറ്റസ്റ്റ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ കീഴിൽ നിന്നാണ്. അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് പോലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ 02/2025 എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിരവധി പോസ്റ്റുകളാണ് ടെക്നീഷ്യൻ ബേസിസിലായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അങ്ങനെ ടോട്ടൽ 30 കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 28/6/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 28/7/2025 അതുപോലെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 30/7/2025 ഇവർ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. പേ ലെവൽ 5 ആണ്. 29,000 സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. 18 മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 183 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണ്. ലെവൽ 2 ആണ്. 19,000 സ്റ്റാർട്ടിംഗ് സാലറി. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു 500 രൂപയാണ് ടോട്ടൽ ഫീസ് കാൻഡിഡേറ്റ്സിന്. അതേപോലെ തന്നെ 400 രൂപ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 400 രൂപ റീഫണ്ട് ആയിട്ട് കിട്ടും. ഇനി വരുന്ന SC/ST, എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി അല്ലെങ്കിൽ എക്കോണമി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഒക്കെ വരുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണെങ്കിൽ 250 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. 250 രൂപ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 250 രൂപ റീഫണ്ട് കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ് പ്രോസസ്സ് എങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് CBT ബേസ്ഡ് എക്സാം കണ്ടക്ട് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണെന്ന് പറയാം. സോ അപ്പോൾ ഏതൊക്കെ പോസ്റ്റാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. സോ പേ ലെവൽ 5 ആണെന്ന് ഓർത്തിരിക്കുക. സിഗ്നൽ ആൻഡ് സബ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ ഈ പറഞ്ഞ കോമ്പിനേഷനിൽ BSc ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി പിന്നീട് വരുന്ന അടുത്തൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഈ മേളിൽ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും കോമ്പിനേഷൻ 3 ഇയർ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ മേളിൽ പറഞ്ഞേക്കുന്ന സ്ട്രീമുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കും. BA BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ബാച്ചിലർ ഓഫ് സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, BSc പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. പറഞ്ഞേക്കുന്നത് ഈ സ്ട്രീമിൽ പഠിച്ചവർക്ക് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കും. പിന്നെ വിളിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രാക്ക് മെഷീൻ ആണ്. സോ ഇത് എഞ്ചിനീയറിംഗ് ബേസിസിലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് SLC പഠിച്ച് നിങ്ങൾക്ക് IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. IT എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിലായിരിക്കും ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മെക്കാനിക് മെക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ വെൽഡർ മെക്കാനിക്സ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ല ഓർ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് SLC പ്ലസ് നിങ്ങളിപ്പോൾ ഒരു അപ്രന്റീസ്ഷിപ്പ് എന്തെങ്കിലും കോഴ്സ് പഠിച്ചവർക്ക് പറഞ്ഞിരിക്കുന്ന ട്രേഡ് ചെയ്ത് അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. സോ പിന്നെ വിളിച്ചിരിക്കുന്ന ബ്ലാക്ക് സ്മിത്ത് സെയിം ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആണ്. ഇവിടെ പറയുമ്പോൾ ജസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് IT നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ പഠിച്ചിരിക്കണമെന്നേ ഉള്ളൂ. പിന്നീട് വിളിച്ചിരിക്കുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ആണ് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോഴും ഫിറ്റർ എന്ന് പറയുന്ന ITI കോഴ്സാണ് പഠിക്കേണ്ടത്. പിന്നെ വിളിച്ചിരിക്കുന്നത് കാരിയേജ് ആൻഡ് വാഗൺ ആണ്. സോ ഇവിടെ വരുന്നതും 10ാം ക്ലാസ് പ്ലസ് ITI പഠിച്ചിരിക്കണം. ITI പറഞ്ഞിരിക്കുന്നത് ഫിറ്റർ, കാർപ്പൻ്റർ, വെൽഡർ, പ്ലംബർ, പൈപ്പ് ഫിറ്റർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ. പിന്നെ വിളിച്ചിരിക്കുന്നത് ഡീസൽ ഇലക്ട്രിക്കൽ ആണ്. ഈ ഇലക്ട്രിക്കൽ ആകുമ്പം ITIയോടൊപ്പം ITI നിങ്ങൾ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് ഓട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, വയർമാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് പവർ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ വിളിച്ചിരിക്കുന്നത് ഡീസൽ മെക്കാനിക്കൽ, പിന്നെ വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ TRS, ദെൻ ഇലക്ട്രിക്കൽ GS, ദെൻ ഇലക്ട്രിക്കൽ TRD, പിന്നെ ഗ്രേഡ് 3 IMO എന്ന് പറയുന്ന സർവീസിലൊക്കെയാണ്. സോ അപ്പോൾ അവിടെ വരുമ്പോഴും ഇലക്ട്രോണിക്സ് ബേസിസ് ആയിട്ടുള്ള ITI പഠിച്ചിരിക്കുന്നത്. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഗ്രേഡ് 3 ഫിറ്റർ ആണ്. പിന്നെ വിളിച്ചിരിക്കുന്നത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ദെൻ ഗ്രേഡ് 3 റിവേർട്ടർ, പിന്നെ ഗ്രേഡ് 3 വിളിച്ചിരിക്കുന്നത് വെൽഡർ ഓയിൽ ആണ്. പിന്നെ വിളിച്ചിരിക്കുന്നത് ക്രെയിൻ ഡ്രൈവർ, കാർപ്പൻ്റർ വർക്ക്ഷോപ്പ്, ദെൻ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, ദെൻ വർക്ക്ഷോപ്പ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് പവർ ആൻഡ് TL, ദെൻ വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ PO ആൻഡ് വർക്ക്ഷോപ്പ്, പിന്നെ ഫിറ്റർ PO ആൻഡ് DWS, മെഷീനിസ്റ്റ് വർക്ക്ഷോപ്പ്, ദെൻ മെക്കാനിക്കൽ POWS, അതുപോലെ തന്നെ മിൽറിറ്റ്, അതുപോലെ തന്നെ പെയിൻറ്റർ, ട്രിമ്മർ എന്നിവ തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 30 വേക്കൻസിയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുക. അപ്പം 30 കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഓരോ സോൺ വൈസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സോണിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കുന്നത് തിരുവനന്തപുരത്തെ സോണിൻ്റെ വേക്കൻസിയാണ് പറയാൻ പോകുന്നത്. സോ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. സോ ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ ടോട്ടലാണ് പറയുന്നത്. ടോട്ടൽ നിങ്ങൾക്ക് ഇപ്പം ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 83 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. SC കാൻഡിഡേറ്റ് 32 വേക്കൻസി, STക്ക് 28 വേക്കൻസി, അതുപോലെ OBC കാൻഡിഡേറ്റ്സ് 32 വേക്കൻസി, EWSനും 22 വേക്കൻസി, അങ്ങനെ 8 വേക്കൻസി എന്ന് പറഞ്ഞാൽ 197 വേക്കൻസിയാണ് തിരുവനന്തപുരം ബേസിസിലുള്ള സോണായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സോണിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാറ്റഗറി ബേസ് ഇവിടെ
വേക്കൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതോടൊപ്പം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് റെയിൽവേയുടെ കീഴിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെല്ലാം അപ്ലൈ ചെയ്യാൻ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.